ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയാൽ, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് രവി, അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ മാസത്തിൽ നിന്നും, മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത വാവിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പൊ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിന്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മരാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാദി 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാവും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം, അതായത് മീനൻ ജലരാശിയായിട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചേർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്ത് തന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ നോക്കുന്ന സമയത്ത് വളരെ ഗുണാനുഭവങ്ങൾ വരുന്ന അനുഭവങ്ങളാണ് കാണുന്നത്. ഗുണാനുഭവങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും എന്നുള്ളത് തന്നെ പറയാം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം ആശ്വാസം കിട്ടും. അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പുഷ്ടി ഉണ്ടാവും, ആരോഗ്യ മേന്മയുണ്ടാവും എന്നെല്ലാമാണ് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് പുരോഗമന പാതയിൽ ഉള്ള ഒരു കുതിപ്പിനുള്ള സാധ്യതയുണ്ട്. കുതിപ്പിന് വെച്ച് പറഞ്ഞാൽ പുരോഗമന പാതയിൽ നീങ്ങുവാനുള്ള ഇതുവരേക്കും മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്ന തൊഴിൽ അവസരങ്ങളെല്ലാം പുരോഗമന പാതയിൽ പോകുവാനുള്ള സാധ്യതയും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനുള്ള സാധ്യതയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യതയും സ്റ്റാർട്ടപ്പ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതയും എല്ലാം ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിരകാലപരമായി ഒരുപാട് കാലമായി ആഗ്രഹിച്ച് മനസ്സിൽ വെച്ചിരിക്കുന്ന ഓരോരോ കാര്യസാധ്യതകൾ, അതായത് നടക്കാതെ പോയ കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഏതൊക്കെ പെടുന്നു വെച്ച് പറഞ്ഞാൽ പുതിയ ഭവനം ഉണ്ടാക്കുക എന്നൊരു സങ്കല്പത്തിൽ മനസ്സിൽ കുറേ കാലമായി വെച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത് സാധ്യമാകാനുള്ള സാധ്യത ഈ വർഷത്തിൻ്റെ ഉള്ളിലുണ്ടാവും, ഒരു വർഷത്തിൻ്റെ ഉള്ളിലുണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങിക്കുവാൻ ഒരു വാഹനം വാങ്ങിക്കണം, അല്ലെങ്കിൽ പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നവർക്ക് അത് വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിരകാലമായി വിദേശ സംബന്ധമായി വിദേശത്തേക്ക് പോകാനായി പലവിധ വട്ടം ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന അവർക്കെല്ലാം വിദേശ സംബന്ധമായിട്ട് വിദേശ തൊഴിലിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും വിദേശ തൊഴിലിന് വേണ്ടി ധനം സമാഹരിച്ച് കൊടുത്ത് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും പ്രയോജനപ്പെടുവാനുള്ള സാധ്യത, അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനുകൾ കിട്ടുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് ജോലിയിൽ വെയിറ്റ് ലിസ്റ്റിൽപ്പെട്ട് ഇരിക്കുന്നവർക്കെല്ലാം അത് ജോലിയിൽ കിട്ടുവാനും പ്രവേശിക്കാനുമുള്ള സാധ്യതയും അതുപോലെ തന്നെ ദൂരദേശ യാത്രകൾ കൊണ്ട് പുരോഗമന പാതയിൽ സൃഷ്ടിക്കുകയും പുരോഗമന പാതയിൽ നിന്ന് ചേരുകയും അതുകൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. വിദേശ രാജ്യങ്ങൾ കറങ്ങുക, വിദേശ പഠനങ്ങൾ നടത്തുക, വിദേശത്തേക്ക് പഠനത്തിനായി പോകാൻ ശ്രമിക്കുക, പഠിപ്പെല്ലാം കഴിഞ്ഞ് ജോലിയില്ലാതെ വെയിറ്റ് ചെയ്ത് പലവിധ ജോലികളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവുക, മനസ്സിന് ഇണങ്ങിയ തൊഴിൽ മേഖലകൾ കണ്ടുപിടിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നിവയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ മൊബൈൽ സംബന്ധമായിട്ടുള്ള വർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ലാപ്ടോപ്പ് സംബന്ധമായിട്ടും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുമുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങളും ധനലാഭങ്ങളും ധനപുഷ്ടിയും ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും. കുടുംബ ബന്ധങ്ങൾക്ക് ഐക്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരുവാനും സന്താനങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഒരു പഠനത്തിലോ അല്ലെങ്കിൽ വിവാഹത്തിനുള്ള കാര്യങ്ങൾ തീരുമാനമാകാനുള്ള സാധ്യതയും എല്ലാം ഈ വർഷം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പുതിയ ഉണർവ് വരുവാനുള്ള സാധ്യതയും അതിൽ തിളങ്ങി വരുവാനുള്ള സാധ്യതയും ഉണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്ന സ്ഥാനമാന പദവികൾ കിട്ടുവാനും അതിൽ സ്ഥായിയായി നിന്ന് പ്രവർത്തിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ സയൻസ് വിഭാഗത്തിൽ പഠിക്കുന്നവരും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പഠിക്കുന്നവർക്കും വളരെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഗവേഷണ നേട്ടങ്ങളും കിട്ടുവാനുള്ള സാധ്യതയും ഇപ്പോൾ ഈ വിഷുഫലത്തിൽ ഇവർക്കുണ്ട് എന്നാണ് പറയുന്നത്. ഈ വിഷുഫലത്തിൽ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവങ്ങളും വൻകിട അവസരങ്ങളും വന്നു ചേരുകയും കോൺട്രാക്ട് വർക്കുകളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയും വൻകിട കോൺട്രാക്റ്റുകൾ കിട്ടുവാനുള്ള സാധ്യതയും വില്ല അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ് മേഖലകൾ സൃഷ്ടിക്കുന്നവർക്കും അത് ബിസിനസ് നടത്തുന്നവർക്കും എല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ മോട്ടോർ സംബന്ധമായിട്ടും മെക്കാനിക്കൽ സംബന്ധമായിട്ടും ഹൈടെക് സംബന്ധമായിട്ടും മിഷനറി സംബന്ധമായിട്ടും പുതിയ മിഷനറി സംബന്ധമായിട്ടും വാഹനങ്ങളുടെ
മേൽക്കൈ നോക്കുകയും വാഹനങ്ങളുടെ ടെക്നോളജി സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം പുതിയ മേഖല കണ്ടുപിടിക്കാനും അതിൽ തിളങ്ങുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും, സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പുതിയൊരു ഉണർവ് വരുവാനുള്ള സാധ്യതയും, ബിസിനസ് മാറി മറിഞ്ഞു വരുന്ന ഒരു സീനുകളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കലാ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരവരാഗ്രഹിക്കുന്ന സ്ഥാനമാന പദവികൾ, സ്ഥാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ ധനം വന്നു ചേരുവാനും ഭാഗ്യം കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും ദൈവാനുഗ്രഹം സംബന്ധമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകളും ഇവർക്ക് തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യങ്ങൾ വന്നു ചേരുവാനും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനും വിവാഹാദി മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. പഴയ വീടെല്ലാം പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ ഭവനം, പഴയ വീട് തട്ടി പുതിയ ഭവനം വയ്ക്കുവാനും അതിൽ കയറി താമസിക്കുവാനുള്ള അവസരങ്ങൾക്ക് സാധ്യത ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിനായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത് പെട്ടെന്ന് സാധ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ചിരകാലമായി പുതിയ ഭവനങ്ങൾ പാതി വഴിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന, അതായത് ഭവന നിർമ്മാണം തുടങ്ങി വെച്ച് അല്ലെങ്കിൽ തറയിട്ട് വെച്ച് കുറേ കാലമായി ഭവന നിർമ്മാണം കെട്ടാതെ ഇരിക്കുന്നവർക്കെല്ലാം അതിനുള്ള തുടക്കം കുറിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സേനാധിപത്യം വഹിക്കുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജവാന്മാർക്ക്, നാവികസേന, കരസേന, വ്യോമസേന എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളും ആരോഗ്യപുഷ്ടിയും സ്ഥാനമാന പദവികളും നേരിട്ട് വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അവർക്ക് ആ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനും അതിൽ പുഷ്ടി വന്നു ചേരുവാനും അതിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അനിഴ നക്ഷത്രക്കാർക്ക് കുറച്ച് കാലമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഈ വർഷം ഈ വിഷുഫലത്തിൽ വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ വിഷുഫലത്തിൽ അവർക്ക് വളരെ ഗുണകരമായിട്ടൊരു സംഭവം എന്താ വെച്ച് പറഞ്ഞാൽ ആയവ്യായം, വരവ് ചെലവ് കണക്ക് നോക്കുന്ന സമയത്ത് വരവ് 14 ചെലവ് 8 പറയുന്നത്. അപ്പോൾ മിച്ചം വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ധനം സമ്പാദ്യം ഉണ്ടെങ്കിലേ ധനം ഉണ്ടാവുള്ളൂ, ധനം ഉണ്ടെങ്കിലേ ധനലാഭം ഉണ്ടാവുള്ളൂ. ധനലാഭം വരണമെങ്കിൽ നമ്മൾക്ക് വരവിനനുസരിച്ചിട്ടുള്ള ചെലവ് കഴിഞ്ഞ് മിച്ചം വരുവാനുള്ള സാധ്യത വരണം. മിച്ചം വരുവാനുള്ള ബാലൻസ് വരണം. കടബാധ്യതയിൽ വലഞ്ഞിരിക്കുന്നവർക്കെല്ലാം കടങ്ങൾക്ക് കുറേയേറെ ആശ്വാസങ്ങൾ ഉണ്ടാവുന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്കും രോഗാധിക്യത്തിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ടാവും. പുതിയ ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്. അലോപ്പതി മേഖലയിലും ആയുർവേദ മേഖലയിലും ഹോമിയോപ്പതി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും അതിൽ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളുള്ള ഒരു വിഷ്ഫലം തന്നെയാണ് വന്നിരിക്കുന്നത്. നമസ്കാരം.